ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 കൊല്ലം ജീവിച്ചില്ലയോ? റസൂലുള്ളാഹിന്റെ ഭാര്യയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായ ഹഫ്സ റളിയല്ലാഹു അൻഹ 34 കൊല്ലമാണ് ജീവിച്ചത് എങ്കിലോ, അതുപോലെ പ്രവാചകന്റെ മറ്റൊരു ഭാര്യ സൗദാ റളിയല്ലാഹു അൻഹ 13 കൊല്ലമാണ് ജീവിച്ചത് എങ്കിലോ, ഇവരാരും ഒരു നബിദിനാഘോഷം പോലും കൊണ്ടാടിയിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, റബീഉൽ അവ്വൽ 12 എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാടിയത്? ഇത് നിങ്ങൾ ഉസ്താദുമാരോട് ചോദ്യത്. ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ലേ? ചെറിയ പെരുന്നാൾ ദിവസം നിങ്ങളിലേക്ക് സമാഗതമായാൽ പ്രിയമുള്ളവരെ, രാവിലെ നിങ്ങൾ ഇതാ ലളിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണേ. പോകുന്ന വഴികളിലെല്ലാം നിങ്ങൾ തക്ബീർ ചൊല്ലണേ. അവിടെ ചെന്നാൽ ഇതാ നമസ്കാരത്തിന് ശേഷമാണ് ഖുത്ബ. എങ്ങനെയാണ് സ്വതക കൊടുക്കുക എന്ന് പോലും റസൂലുള്ള പറയുകയാണ്. അതുപോലെ തന്നെ ബലിപെരുന്നാളായ കാലി വയറുമായി നിങ്ങൾ നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടോ. ആ യാത്രയിലും നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോ. അവിടെ നിങ്ങൾ നോക്ക്, നമസ്കാരം കഴിഞ്ഞാൽ അതിവേഗം നിങ്ങൾ ഉൽഹിയ്യത്ത് അറുക്കാൻ മുതിരണോ. കഴിയുമെങ്കിൽ ആ ഭക്ഷണം കൊണ്ടാണ് ആദ്യ ഭക്ഷണം നിങ്ങൾ കഴിക്കൽ ഉത്തമം എന്ന് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. റമളാനിന്റെ ദിവസങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. ആഴ്ചയിലെ വെള്ളിയാഴ്ച എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. മുഹറം 9ഉം 10ഉം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുകയാണ്. എങ്കിലും ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ 12 എങ്ങനെ ചെയ്യാനാ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്? റബീഉൽ അവ്വൽ 12 എങ്ങനെ ചെയ്യാനാ? രാവിലെ നിങ്ങൾ കാലി വയറുമായി സുബഹി നമസ്കാരത്തിന് ചെല്ലണം. നിസ്കാരം കഴിഞ്ഞാൽ മങ്കുസ് മൗലിദാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു ചീരന് നിങ്ങൾ പായസമായിട്ട് മധുരമായിട്ടുള്ളൊരു ചീരന് കൊടുക്കണം. ഒരു 7:30 നേരത്ത് പതാക ഉയർത്തണം. അവിടെ കൂടിയവർക്കെല്ലാം എന്റെ ബർത്ത്ഡേയുടെ പേരിൽ ഒരു മധുര പലഹാര വിതരണം നടത്തണം. അത് കഴിഞ്ഞ് 2 വരിയായിട്ടാണ് നിങ്ങളുടെ നബിദിന റാലി പോകേണ്ടത്. അങ്ങനെ ഒരു അധ്യാപനം അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് റബീഉൽ അവ്വൽ 12 എങ്ങനെ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമ്മളിത് വേണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ കൊല്ലം നബിദിന വിഷയം ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ട് സുദീർഘമായി അവതരിപ്പിക്കാത്ത. നിങ്ങൾ നോക്ക്, നമ്മളിത് വേണ്ട പറയുമ്പോൾ സ്വഹാബത്തിന് സ്നേഹമില്ലാത്തോണ്ട, സ്വഹാബത്ത് നിങ്ങളാലോചിച്ച് നമുക്ക് സ്നേഹമില്ലാത്തോണ്ടെന്ന് പറയും. എങ്കിൽ സ്വഹാബത്ത് എന്തേ ആഘോഷിക്കാൻ? അവർക്ക് സ്നേഹമില്ലാത്തോണ്ട? ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച പ്രവാചകൻ അല്ലേ? അവിടുന്ന് തൊൽഹത്ത് പറഞ്ഞ പോലെ ശത്രുക്കൾക്ക് റസൂലുള്ളാഹിനെ വീഴ്ത്തണമെങ്കിൽ നബിയുടെ നെഞ്ചകത്തൊരു അമ്പ് തറക്കൂല. നെഞ്ചിന്റെ താഴെ ഈ തൊൽഹത്തിന്റെ നെഞ്ചുണ്ടെന്ന് പറഞ്ഞ ആ സഹാബത്തിന്റെ ആഘോഷിക്കാതിരുന്ന് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തോണ്ട ആണോ? അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞപ്പോ ബാങ്ക് കൊടുക്കാതിരുന്ന ബിലാലുണ്ടല്ലോ. കാരണം എന്താണെന്നറിയോ? മക്ക പിടിച്ചടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇർകഅ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉല്യാ. ബിലാല് നീ കയറിക്കൊണ്ട് ബാങ്ക് കൊടുക്കണമെന്ന് പറയുമ്പോ ബിലാല് പറയുന്നു, നബിയേ, ഈ കറുത്തവനായ ബിലാല് ബാങ്ക് കൊടുക്കാനോ? അല്ലാഹുവിന്റെ റസൂൽ ഇതാ പറയുന്നു, ബിലാൽ നീ കയറണമെന്ന് പറയുമ്പോ വെളുത്തവനായ ഉമറിന്റെ ഷോൾഡറിൽ ചവിട്ടിക്കൊണ്ടാ അന്ന് ബിലാല് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ റസൂലുള്ള ഏൽപ്പിച്ച ഉത്തരവാദിത്വം അല്ലേ? ബിലാലിനെ സൈക്കോ. റസൂലുള്ള വിട പറഞ്ഞപ്പോ ബാങ്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി ഉമർ ഭരിക്കുമ്പോ അവിടുന്ന് പറയുന്ന, ബിലാൽ നീയൊന്ന് ബാങ്ക് കൊടുക്കണമെന്ന് പറയുമ്പോ ബിലാൽ സമ്മതിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുന്നു, ബിലാൽ ഞാൻ നിന്നോട് നിർബന്ധിക്കുകയാണെന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോ അവിടുന്ന് ബിലാൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണോ? ബിലാലിന്റെ മധുര ശബ്ദം ഇതാ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിനെ പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തളന്തല്ലി ഒഴുകുമ്പോ ആ ബിലാൽ ഇബ്നു റവാഹക്ക്, ആ ബിലാലിന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? പ്രിയമുള്ളവരെ ചോദിക്കട്ടെ, ആ ബിലാൽ റബീഉൽ അവ്വൽ 12 എത്ര കാരക്കയുടെ കീറാ വിളംബരം ചെയ്തത്, എത്ര ഘോഷയാത്രകളാ നടത്തിയത്. ഇവർക്കാർക്കും റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ?
ഇവർക്കാർക്കും അല്ലാഹുവിന്റെ ഹബീബിനോട് മഹബ്ബത്തില്ല എന്ന് പറയാൻ കഴിയോ? അല്ല, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ. നമ്മളിങ്ങനെ റബീഉൽ അവ്വൽ ഇതിങ്ങനെ തിന്നാനും കുടിക്കാനും പുതിയ പുതിയ ആഘോഷം ഉണ്ടാക്കി. ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിൽ സംസാരിക്കുന്നില്ല, പറഞ്ഞതാ നിങ്ങളോട് അല്ലേ. അത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ കഴിയുമ്പോൾ റബീഉൽ ആഖിർ വരുമ്പോഴത്തേനും ജീലാനി ദിനം അല്ലേ. അത് കഴിഞ്ഞ് ആരോടാ ഈ ജീലാനി ദിനത്തിൽ പ്രാർത്ഥന? ആരോട്? മുഹ്യിദ്ദീനോട്. അന്ന് എല്ലാ പള്ളിയിലും മുഹ്യിദ്ദീൻ മാല പാരായണം. ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ആരോടത്തേട്ടം മുഹ്യിദ്ദീനോട് അല്ലേ. ഇതിന്റെ പേരിൽ പ്രസംഗം നടക്കുമ്പോൾ പള്ളികളിലൊക്കെ പ്രാർത്ഥന. നമ്മുടെ മന്നലാംകുന്ന പള്ളിയിൽ സമസ്തയുടെ പള്ളിയിൽ പ്രശ്നം ഉണ്ടായി. ഉസ്താദ് പ്രാർത്ഥിച്ചു അല്ലെ, ഉസ്താദ് ഇങ്ങനെ പാട്ടുപാടി പ്രസംഗിച്ചപ്പോൾ ആളുകൾ തന്നെ ചോദ്യം ചെയ്തു. കാരണം ആളുകൾക്കൊക്കെ ബോധം വന്നു തുടങ്ങി. ആരോടാ പ്രാർത്ഥിക്കുന്നറിയോ? ആദരവായ റസൂലുള്ളാഹി 14 മകനായവരെ ബദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളെ കാത്തിടണേ, മുഹ്യിദ്ദീൻ തങ്ങളെ കാത്തിടണേ, മുഹ്യിദ്ദീനെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ടാ ഈ ആണ്ട് നേർച്ചയ്ക്ക് പോലും പ്രാർത്ഥന. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ദിനങ്ങളൊക്കെ ആരെ പഠിപ്പിച്ച്? ആരെ നമ്മളോട് പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂലാണോ? സ്വഹാബത്താണോ? സലഫുസാലികളായ പണ്ഡിതന്മാരാണോ? ആരെങ്കിലും? അന്ന് മുഹ്യിദ്ദീൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ ഒരു ആണ്ട് നേർച്ച അള്ളാന്റെ റസൂൽ ഒരു മാസത്തിൽ നടത്തിയത് ഉണ്ടോ? അല്ലെങ്കിൽ മുഹ്യിദ്ദീനേക്കാൾ ഉന്നതരായ ഔലിയാക്കൾ ഉണ്ടായിട്ടില്ലേ? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉഹദിൽ ഒരു ആണ്ട് നേർച്ച അള്ളാന്റെ റസൂൽ എന്ത് നടത്തിയില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതിങ്ങനെ മാസങ്ങൾ നബിദിനത്തിന്റെ പേരൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോ റസൂലുള്ളാഹിന്റെ വഫാത്ത് നടന്ന ദിവസത്തില് അന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ഇതൊക്കെ ഉസ്താദുമാരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്റെ പ്രിയമുള്ളവരെ. അതിങ്ങനെ പണ്ട് ദാരിദ്ര്യമുള്ള കാലത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണെങ്കിൽ ഇന്നതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന അതിന്റെ പേരിൽ നടത്തുന്ന ചില മൗലിദ് പാരായണം, ഇതൊന്നും ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാ. അല്ല, ഇപ്പൊ ബുർദ പാരായണം വന്നു, നമ്മൾ അതിനെ എതിർത്ത് എന്തുകൊണ്ട് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സമ്പ്രദായം കൊണ്ടുവന്നു. ഇത് പറയുമ്പോൾ പറയും റസൂലിന്റെ മദഹ് ചെയ്യുന്നതിനെതിരെ അല്ലല്ലോ, റസൂലിന്റെ മദഹ് ചെല്ലുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷെ അതിന്റെ പേരിൽ കൊണ്ട് നടക്കുന്ന എന്താ ബുർദ, ഈ പാതിര പണ്ടൊക്കെ ഇങ്ങനെ പാതിരാവാദിന്റെ മുമ്പൊക്കെ ഇങ്ങനെ ചെല്ലിയെന്നവര് മൗലായ ലിന്ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രത്യേകിച്ച് അർത്ഥം പറയാൻ സാധിക്കൂല. കാരണം വസല്ലിം, നീ രക്ഷയേകണേ, വസാ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ലിന്ദായി. എന്ത് ലിന്ദ? വസല്ലി എന്ന് പറഞ്ഞൊരു വാക്ക് ഈ നിലക്ക് കീറി മുറിച്ചിട്ടുള്ളത്. ഇങ്ങനൊക്കെ ചെല്ലുന്ന സംഭവം ഇപ്പൊ പറയുന്നത് റഷീദ് സഖാഫിയോട് മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ വേണം. അതൊക്കെ കേൾക്കുമ്പോഴേ ഒരു വെറുപ്പ്. അപ്പൊ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ എങ്ങനെ നിങ്ങൾ നോക്ക്, ഈ സൈറ്റിൽ നോക്കിയാൽ റസ്മീന്റെ ബുർദ കാണാം, ഒപ്പം ഷിയാക്കളുടെ പാകിസ്ഥാനി ബുർദ കാണാം. ഒരു അലിഫിന്റെ വ്യത്യാസമില്ല. ഷിയാക്കൾ വരും തമ്മിൽ, അറിയോ നിങ്ങൾക്ക്? എന്നിട്ടോ ഈ ഹൈന്ദവ സമൂഹത്തിൽ തോറ്റം പാട്ട് ഉടുക്ക് കമറ്റിച്ച് കുടുകുടേച്ച് കൊട്ടുമ്പോൾ ഒരാൾ വായുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി പാട്ട് പാടുന്ന പോലെ നമ്മുടെ ഉസ്താദുമാര്, ഒരാൾ ദഫ് കമറ്റിച്ച് ഇങ്ങനെ കുടുകുട കൊട്ടുമ്പോൾ ഒരാൾ വായുണ്ട് അങ്ങനെ ചുമച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ ഒരാൾ ഇതിന് 7-8 ശൈലിയുടെ മൗലായ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ബുകാഓ. ഈ ഉറുദു ആണ് അവിടെ കമ്പൽസറി. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് കൊടുത്ത സംഭവം ഓക്കെ. ഞാൻ പറയുന്നത് അള്ളാന്റെ അടുക്കുന്ന 5 നയ്യ പൈസയുടെ കൂലി കിട്ടൂല. കാരണം എന്താ? വാപ്പാടെ കയ്യിൽ നിന്ന് 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യ ആവശ്യമുള്ള വാപ്പാടെ മുന്നിൽ പോയിട്ട് ചൂലെടുത്താട്ടൂല്ലേ, എന്നിട്ട് പടച്ചോന്റെ ഒന്ന് കൂലി കിട്ടാൻ ചുമച്ചിട്ട് എന്താ കാര്യം? അള്ളാന്ന് മഹനിയായിട്ട് വിളിച്ച് എത്ര പുണ്യണ്ട് പ്രിയമുള്ളവര്, നല്ല കാര്യമല്ലേ? പക്ഷെ ഇത് മൈക്ക് പകുതി പൊത്തിപ്പിടിച്ച് ശ്വാസം ഒന്ന് വലിച്ചിട്ട് മിമിക്രി കാണിച്ച് ഈ ആരാധന ആര് പഠിപ്പിച്ചതാ? ഈ ആരാധന ആര് പഠിപ്പിച്ച? ഇതുപോലെ തന്നെ മാലമൗലിദുകള് പ്രിയമുള്ളവരെ, അതിന്റെ തേട്ടങ്ങളും അള്ളാഹു ഇല്ലാത്തവരോടുള്ള ദുആ നിരവധി കാണുന്നുവെങ്കിലോ മാത്രമല്ല ഒരുപാട് കള്ളക്കഥകളാണ് അതിനുള്ളിലൂടെ ഒടുങ്ങുന്നത് എങ്കിലോ എത്രമാത്രം വരുന്ന കള്ളക്കഥ. ബദർ യുദ്ധ ദിവസം മണ്ണ് വാരി എറിഞ്ഞപ്പോ 12,000 മുശ്രിക്കുകൾ തോറ്റോടിപ്പോയി എന്നെഴുതിയിട്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ബദറിലാകെ പങ്കെടുത്തത് 1000 മുശ്രിക്കീങ്ങളാ. പിന്നെങ്ങനെയാ 12,000 തോറ്റോടി പോകുന്നത്? കളവെഴുതി വെച്ചില്ലേ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? ഫാത്തിമ മൗലിദിലോട് അള്ളാന്റെ പ്രവാചകൻ ഇതാ മിഅ്റാജ് യാത്ര പോയപ്പോ സ്വർഗത്തിൽ
അതാ ഖദീജയുടെ കൊട്ടാരം കാണിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ആപ്പിൾ പഴം എടുത്തുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പത്ര നബിയേ, ഇതങ്ങേക്ക് ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ. അള്ളാന്റെ പ്രവാചകൻ ആപ്പിൾ പഴം കഴിക്കുന്നു. അതാണ് ഖദീജ ഗർഭം ചുമന്ന ഫാത്തിമ. ഖദീജയുടെ അടുക്കൽ സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നു. ഖദീജ ഫാത്തിമയെ പ്രസവിച്ചപ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറിപ്പോയി. അങ്ങനെ നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവി ജനിച്ചുപോയി. മൗലിദുകാരൻ പറയാ, മിഅ്റാജ് യാത്രയിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് ഖദീജ ഗർഭിണിയായി. അതുകൊണ്ട് അങ്ങനെ നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു. എത്ര വലിയ മണ്ടത്തര! 35-ാമത്തെ വയസ്സിലാ ഫാത്തിമ ജനിക്കുന്ന. സംശയമുണ്ടോ? ഇല്ല. കാരണം റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? ഒരു കൊല്ലത്തിൽ എനിക്ക് 2 സന്തോഷമുണ്ടായി. ഒന്നിന്റെ ഖദീജ എനിക്കെന്റെ ഫാത്തിമയെ തന്നതാടോ, മറ്റൊന്ന് ഹജറുൽ അസ്വദ് ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തു വെച്ചതാ. ഇത് രണ്ടും നടന്നത് റസൂലുള്ളാഹിന്റെ 35-ാമത്തെ വയസ്സിലാണ്. 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, നബിയായി. 51-ാമത്തെ വയസ്സിൽ മിഅ്റാജ് ഉണ്ടായി. 51-ാമത്തെ വയസ്സിലുണ്ടായ മിഅ്റാജിൽ കിട്ടിയ ആപ്പിൾപ്പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു എന്ന് പറഞ്ഞാൽ 2 വറ്റൊട്ടിക്കാനുള്ള ബുദ്ധി തലക്കകത്തുള്ള പുലമ്പുപോയി. പൊട്ടത്തരം ഉണ്ടോ? ഇത്ര ലളിതമായ വിഷയം ഇത് കാലാകാലം ചൊല്ലിയിട്ട് മുസ്ലിയാർക്കും തിരിഞ്ഞിട്ടില്ല, കൗമിനും. പണ്ട് നമ്പൂരി മനസ്സിലാക്കിയ പോലെ മൗലൂദ് മനസ്സിലാക്കിയിട്ടുള്ളൂ. നമ്പൂരി ഇങ്ങനെ ഇതിന്റെ പോരിശൊക്കെ കേട്ടപ്പോഴേ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും മാറുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് പോരിശ പറയണ്ടല്ലോ. തീ കത്തിനാശം ഉണ്ടാവില്ല, പ്ലേഗ് ഉണ്ടാവില്ല. മൗലിദ് വീട്ടിലോതിയാല് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം ചൊല്ലി തിന്നണോനെ എവിടുന്ന് ദാരിദ്ര്യം ഉണ്ടാവാനാ? പിന്നെ അതുപോലെ തന്നെ കള്ളന്റെ ശല്യം ഉണ്ടാവില്ല. കാരണം കള്ളം കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് കൊണ്ടുപോകണ്ടവരൊക്കെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ എങ്ങനെ ദാരിദ്ര്യം, കള്ളന്റെ ശല്യം ഉണ്ടാവാനാ? അപ്പൊ ഇങ്ങനെ പോലീസ് കേട്ടപ്പോ നമ്പൂരിക്കും തോന്നിയൊരു മൗലൂദ് നടത്തിയ തിരക്കേടില്ല. അപ്പൊ മൗലൂദൊക്കെ നടത്തി ചൊല്ലിക്കൊടുത്ത ഉസ്താദിന് 50 രൂപയും ജവാബ് ചൊല്ലി അണികൾക്കൊക്കെ 100 രൂപയും കൊടുത്തപ്പോ മൊയ്ലിയര് ചൂടായി. ഇത്ര കഷ്ടപ്പെട്ട് ചൊല്ലിയിട്ട് എനിക്ക് 50, ബാക്കിയുള്ളവർക്ക് 100. അപ്പൊ നമ്പൂരി പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടല്ലേ ഓതിയത്, ബാക്കിയുള്ളവർ കാണാതെ ഓതിയത്. അപ്പോ ആള് മനസ്സിലാക്കിയ പോലെ നമ്മുടെ ഉസ്താദ്മാരും കൗമും മനസ്സിലാക്കിയുള്ളൂ. വായിക്കാന്നല്ല അതിൽ അർത്ഥം എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഖുർആന് പോലെ എതിരെ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോട് ഇസ്തിയാസ ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു എന്ന് മങ്കൂസ് മൗലിദിന്റെ തുടക്കം പറയുമ്പോ അവർ ഷന്ന ബൈത്തിൽ പറഞ്ഞതാരാ, അൻകുന്തു മഅനൂഹിം ബിആയിലാ സഫീരതി ബിഹാറൻ വതൂഫാനൻ അലാകസി ഖുദറതി. നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് മുഹിയദ്ദീൻ ശൈഖാണെന്ന് അവർ ഷന്ന ബൈത്തിലോ അല്ലാഹുവിന്റെ ഖുർആൻ 23-ാം അധ്യായം 26, 27, 28 ആയത്തിലൂടെ പറയാ, നൂഹിനോട് തേടിയപ്പോ ഞാനാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ. ഏതാ വേണ്ട നിങ്ങൾ സ്വീകരിച്ചോ? മങ്കൂസ് മൗലിദ് പറഞ്ഞു മുഹമ്മദ് നബിയാൻ, അവർ സ്വന്തം ബൈത്ത് പറഞ്ഞു മുഹിയദ്ദീൻ ശൈഖാൻ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പടച്ചോനാണ്. ഏതാ നിങ്ങൾ തീരുമാനിച്ചോ? അല്ലേ? ഇബ്രാഹിം നബിയുടെ വിഷയം പറഞ്ഞു, വക്കാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാരി ഫഅദ വസല്ലഹു മുഹമ്മദ. ഇബ്രാഹിം നബി മുതുകത്തുണ്ടായപ്പോ അതുകൊണ്ടാണ് മുഹമ്മദ് നബി രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ് തീക്കുണ്ടാരത്തിൽ രക്ഷപ്പെട്ടതെന്ന് മങ്കൂസ് മൗലിദ്. പിന്നെ അവർ എന്ന ബൈറ്റ് പറഞ്ഞു, കുന്തൂമ ഇബ്രാഹിമ മുൽക്കം ബിനാരിഹി ഫമാബാറദൻ നീറാനി ഇല്ലാ ബിദാവത്തി. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തീ അവിടെ അണഞ്ഞു പോയത് ഞാൻ ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മുഹിയദ്ദീൻ ശൈഖ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, കുൽനാ യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ നീയാണ് ഇബ്രാഹിമിന്റെ മേലെ തണുപ്പ് രക്ഷ്യമാകണം, ഞാനാ പറഞ്ഞെന്ന് പടച്ചോനും. ഏതാ നമ്മൾ സ്വീകരിക്കുക? അള്ളാന്റെ ഖുർആനെ പോലും എതിരെ. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുക, ഈ മാസത്തിന്റെ പോരിശ പറഞ്ഞിട്ട് ഈ മദ്ഹ് പറയാന്നുള്ള പേരിൽ പറഞ്ഞ ഈ മാലപ്പാട്ടുണ്ടല്ലോ, സ്വീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒരാവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വായിച്ചു നോക്കുന്ന വീട്ടിൽ പോയിട്ട് ഒരുപാട് കളവുണ്ട്, തർക്കിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയുമ്പോൾ റിഫായിമാരാത്ത അത്ര വലിയ ആണെന്നല്ല, അതിനേക്കാളും വലുത് ഞാനാ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം. മൊഹീദ്ദീന്മാരെ പറഞ്ഞില്ലേ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങട് കൽഭകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് ഞാൻ കാണുമെന്ന് മൊഹീദ്ദീന്മാരെ പറയുമ്പോ
റിഫായിമാല മറുപടി എന്താണെന്നറിയോ? ഹോജാ മുഹിയദ്ദീനും താമും കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഓടിച്ചോവർ കണ്ണിൽ കാരോമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല രവീനാഥെന്നോവർ. മുഹിയദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷെയ്ഖ് കയറിയിരുന്നു. മുഹിയദ്ദീൻ ഷെയ്ഖിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? കുപ്പിയാകത്തുള്ള വസോവീനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കാണുന്ന മുഹിയദ്ദീൻമാല പറഞ്ഞപ്പോ റിഫായിമാല പറഞ്ഞു, അത്ര വലിയ ആളൊന്നുമില്ല, കണ്ണിന്റെ മേലെ ഞാൻ കയറി നിന്നിട്ട് എന്നെ കൂടി കാണാൻ പറ്റിയിട്ടില്ല. ണ്ടോ തർക്കിക്കാൻ. ഇത് പറഞ്ഞത് ഒളിച്ചു കളിച്ചു. ഇത് മദ്ഹാവോ? ഞാൻ എന്റെ പ്രസംഗത്തെ ഇവിടെ കാന്തപുര ഉസ്താദും ഖലീൽ ബുഖാരി തങ്ങളും കൂടെ ഒളിച്ചു കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഖലീൽ ബുഖാരി തങ്ങളെ കണ്ടപ്പോ കാന്തപുര ഉസ്താദ് കണ്ടേസേന്നോ നിങ്ങൾ ചാടിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയിച്ചേ മോശമായില്ലേ? ഒന്നില്ലേ പ്രായം വന്ന് രണ്ട് മൊയ്യന്മാരില്ലേ പറയൂല്ലേ? എങ്കിൽ അള്ളാന്റെ ഔലിയാക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? അള്ളാന്റെ ഔലിയാക്കൾക്ക് പറയാൻ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക. അതുപോലെ മുഹിയദ്ദീൻ ഷെയ്ഖ് രാത്രി 40 ജനാബത്ത് കുളിക്കുന്ന ആളാന്നുണ്ട് മാലയിൽ. ഒരാളുടെ സ്വന്തം വാപ്പാക്ക് ഉണ്ടായി സങ്കല്പിക്കുക. മോനെന്താ ചെയ്യാ? ഒരു വണ്ടി വിളിച്ച് 2 ബോക്സും വെച്ച് കിട്ടി. എന്റെ വാപ്പ ഇന്നലെ രാത്രി ഇങ്ങനെ ആയിരുന്നു എന്ന് പാട്ടുപാടി നടക്കും. റോട്ടി കൂടെ ലജ്ജിക്കൂല്ലേ? എങ്കിൽ അള്ളാന്റെ ഔലിയാക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇനി മുഹിയദ്ദീൻമാല റിഫാ തർക്കം ഒന്നുകൊണ്ട് തീരുന്നില്ല. തർക്കം നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ. മുഹിയദ്ദീൻമാല പറയാ, ബാവാമോദോഹിന്നും കുത്തുബായി വന്നോവർ ബാണമ്മതളിയിലും കേളി മികച്ചോവർ. മുഹിയദ്ദീൻ ഷെയ്ഖ് വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബായിരുന്നോ? കുത്തുബെന്ന് പറഞ്ഞ ഔലിയാക്കളുടെ നേതാവാടോ? അപ്പൊ റിഫായിമാല കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ബാവാമോദോഹീല മറന്നൊരു കാല ഭാഷം ഔസന്നാമാ കാമെന്ന് ചൊന്നവർ. ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസ. മുഹിയദ്ദീൻ ഷെയ്ഖ് കുത്തുബല്ലേ ആയിട്ടുള്ളൂ, ഞാൻ കുത്തുബിനെയും വെല്ലുന്ന ഔസ. തീർന്നില്ല പ്രിയമുള്ളവരെ. മുഹിയദ്ദീൻമാല പറയാ, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ ഭൂമി അതൊക്കെ രുചുമാടുന്നോ. ഭൂമി എന്റെ കയ്യിൽ ഒരുണ്ട പോലെയാണ്, പന്ത് പോലെയാണ്. ഇത് മുഹിയദ്ദീൻമാല പറയുമ്പോ റിഫായിമാല കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ആലം 11 എന്റെ കാൽ ഒന്നിനിട പോരാ എന്ന് പറഞ്ഞോവർ. മുഹിയദ്ദീന്റെ കയ്യില് ഭൂമിയല്ലേ ഉള്ളൂ. ആലം 11,000 കൊണ്ടുവന്നാലോ ഈ റിഫായിക്കൊരു കാലടി വെക്കാൻ തികയില്ല. തീർന്നില്ല. മുഹിയദ്ദീൻമാല വീണ്ടും പറയാ, ഓതും ഫോറിഞ്ചിൽ തൗറാത്തും ഉടയോന്റെ മറാല് ഓതി പാടിച്ചോവർ. ഖുർആൻ, ഇൻജീൽ, സബൂർ, തൗറാത്ത് ഞാൻ അള്ളാന്റെ അമറാല ഓതി പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ റിഫായിമാല കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഓതും ഫോറിഞ്ചിൽ തൗറാത്തും ഓതാതറിഞ്ഞി ഞാൻ എന്ന് പറഞ്ഞോവർ. ഇത് 4 മുഹിയദ്ദീൻ ഓതിയിട്ടാണ് പഠിച്ചതെങ്കിലോ റിഫായി ഓതാതെ പഠിച്ചുപോയി. പ്രിയമുള്ളവരെ, 1 2 ഈ ദുനിയാവൊക്കെ വിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ അവിടെ ഞാൻ ചെല്ലുമ്പോ ലൗഹ് നോക്കി പ്രസംഗിക്കുമെന്ന് മുഹിയദ്ദീൻമാല പറഞ്ഞപ്പോ റിഫായിമാല പറയാ, എനിക്ക് അർശ് വരെ പോകണ്ട, ദുനിയാവിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ലൗഹ് നോക്കി പ്രസംഗിക്കുമെന്നാ മുഹിയദ്ദീൻമാല പറഞ്ഞില്ലോ. ഞാൻ നിന്ന നിപ്പിൽ ഖുർആൻ മുഴുവനും മോദി തീർത്തിട്ടുണ്ട്. അപ്പൊ റിഫായിമാല പറയാ, ഞാൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഖുർആൻ മുഴുവനും മോദി തീർത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോ ഇത് മദ്ഹാണോ? ഇത് ദീനിന്റെ അമലു സാലിഹാത്താണോ? അല്ല തന്ന ബുദ്ധി കൊണ്ടുപോയി പണയം വെക്കാതെ ആലോചിച്ച് പഠിക്കേണ്ട മുസ്ലിമീങ്ങള്. ഇതുപോലെ റസൂലുള്ളാഹിന്റെ വഫാത്തിലോട് അതിനാഘോഷിക്കാൻ വേണ്ടി ഈ മാലമൗലിദുകളെ കൊണ്ടുവന്ന് നടക്കുന്നവരോട് ആലോചിച്ചോ? ആ റസൂലുള്ളാഹിന്റെ ദീന് വ്യവസായവൽക്കരിക്കല്ലോ. ഇന്ന് റസൂൽ
റസൂലുള്ളാഹിന്റെ ദീന് മുഴുവനും കൊണ്ടുപോയി കച്ചവടം ചെയ്യുമ്പോ ഇതാ നിങ്ങൾക്കറിയോ, ഇവിടെ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന അബൂബക്കർ മുസ്ലിയാർ റസൂലുള്ളാഹിനെ ഏറ്റവും വലിയ കച്ചവട ചരക്കാക്കിയില്ലേ. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബക്കാരൻ ജാലിയൻ വാലന്റെ കയ്യിൽ നിന്ന് ഒരു മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞപ്പോ സനത് ചോദിച്ചപ്പോ ചെയ്തതെന്താ? അബുദാബിയിൽ നിന്നൊരു ഹസ്രജയെ കൊണ്ടുവന്നിട്ടോ അയാളുടെ കുടുംബത്തിന്റെ പരമ്പര വായിച്ചിട്ടോ മുടിയുടെ സനതാണെന്ന് പറഞ്ഞ് തടിയൂരാരെ നോക്കിയ ഓ എന്റെ മുസ്ലിയാക്കന്മാര്, റസൂലുള്ളാഹിന്റെ മുടിയുടെ പേരിൽ കച്ചവടം ചെയ്തില്ലേ? ഒരു കെട്ട് മുടിയുണ്ട് 72 സെന്റിമീറ്റർ ഉണ്ടോ? നമ്മൾ ചോദിക്കുന്നു റസൂലുള്ളാഹിന്റെ ഒരു കെട്ട് മുടിയോ അതിനൊരു മീറ്റർ നീളമോ? അതിനൊരു മീറ്റർ നീളമോ എന്ന് ചോദിച്ചപ്പോ 72 സെന്റിമീറ്റർ എന്ന് ചോദിച്ചപ്പോ മറുപടി എന്താ? റസൂലുള്ളാഹിന്റെ മുടിയല്ലേ, അത് വളരും തോറും പിളരുന്ന മുടിയാ എന്നാണ് മറുപടി തന്നതെങ്കിൽ നമ്മളൊന്ന് ചോദിക്കട്ടെ, ഒരു കൊല്ലത്തിൽ 1.8 2.7 സെന്റിമീറ്ററുമാണ് ആ മുടി നീളം വെക്കുന്നത് എന്ന് പറഞ്ഞ കാന്തപുരം സമസ്തക്കാര് 1400 കൊല്ലം കൊണ്ട് അങ്ങനെ നീളം വന്ന 72 സെന്റിമീറ്റർ പോരല്ലോ, 32 മീറ്ററെങ്കിലും വേണ്ടേ? എന്നിട്ടോ ഈ മുടി കൊണ്ടുവന്ന് ഇത് പറഞ്ഞ കണ്ടോ, ഇവിടെയുള്ള സലഫുകളായ ആളുകൾ ഇതാ റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തില്ല, റസൂലുള്ളാഹിന്റെ മുടിയെ ആക്ഷേപിക്കുന്നത് കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ആ മുടിയെ അല്ല ആക്ഷേപിക്കുന്നത്, അള്ളാഹിന്റെ ഹബീബിന്റെ ഒറിജിനൽ മുടിക്ക് ബറക്കത്തുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിയാണോ ഞങ്ങളും ബറക്കത്തെടുക്കാ, പക്ഷേ സാറേനെ കാണിച്ച് സൂറാന കെട്ടിക്ക ഞങ്ങളെ നോക്കണ്ട, സാറേനെ കാണിച്ച് സൂറാന കെട്ടിക്ക ഞങ്ങളെ കിട്ടൂല്ല. റസൂലുള്ളാഹിന്റെ മുടിയുടെ പേര് പറയാ, എന്നിട്ട് ബോംബെയിൽ നിന്ന് മുടി കൊണ്ടുവരാ, അബുദാബിയിൽ നിന്ന് പരമ്പര ഉണ്ടാക്കാം. ആ കച്ചവടത്തിൽ നമ്മൾ കിട്ടൂല. ഈ മുടി കൊണ്ടുള്ള കച്ചവടം ഉണ്ടല്ലോ, ഇതാരും മോശമല്ല. AP സമസ്തക്കാര് വമ്പൻ കച്ചവടം. 2011 ബിസിനസ്മാൻ ഓഫ് ദി ഇയർ ശ്രീമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു മുടി കൊണ്ട് 42 കോടിയിലധികം ഉണ്ടാക്കിയത് അല്ലേ? ഒരു മുടി കൊണ്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് മുടി ജ്യൂസ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുന്ന പോലെ കാപ്പി ചായ എന്ന് പറഞ്ഞ പോലെ മുടി ജ്യൂസ് എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇനി പാത്രം മുക്കിയ ജ്യൂസ് ഉണ്ട്, പൊടി കലക്കിയ ജ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ നിലക്കുള്ള കച്ചവടത്തിലേക്ക് ഇവരങ്ങ് ഇറങ്ങിപ്പോവാൻ എന്ന് ഇത് കണ്ട പീക്ക് സമസ്തക്കാർ അതിനെതിരെ ശക്തമായി ഇടരാടി. അവര് പറഞ്ഞു, കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് ഒറിജിനൽ മുടിയല്ല, അത് മുടി മുക്കി വെള്ളം കുടിച്ചവർക്ക് മുഴുവനും അരിവാൾ രോഗമാണ്, അത് കാന്തപുരത്തിന്റെ മുടിയാണ്. പക്ഷെ ഇത് എന്തിനാണെന്നറിയോ? കള്ളിപ്പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ചോണ്ട് പറയാ, ഒറിജിനൽ മുടിമുക്കിയ വെള്ളം 2 കുപ്പി നമ്മുടെ കയ്യിലുണ്ട്, ഒരു കുപ്പിക്ക് 25,000 തന്നാ തരാം. ഇത് മാറ്റ കച്ചവടം. കണ്ടോ, ഒരു കച്ചവടത്തെ തകർക്കാൻ മറ്റൊരു കച്ചവടം. അള്ളാന്റെ റസൂലിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആ മുടിക്കച്ചവടം അങ്ങ് വാമായപ്പോ അതാ വരുന്നിടത്തത് പൊടിവെള്ളമാ, പൊടി കലക്കിയ വെള്ളമാണ് കച്ചവടമെങ്കിൽ തീർന്നില്ല, പിന്നെയും വരുന്നു കിണ്ണം കട്ട കള്ളനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാ. എന്തിനാണെന്നറിയോ? ഈ പാത്രം നിങ്ങൾ ആലോചിച്ചോക്ക്, ഇതൊക്കെ ഇസ്രയേലിന്റെ ഇറക്കുമതിയാ, ജുദായിസത്തിന്റെ ഇറക്കുമതിയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ പാത്രം കൊണ്ടുവന്നു 2011. പിന്നെ തൃശൂർ ജില്ലയുടെ വടക്കാഞ്ചേരിയിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, 5 കൊല്ലത്തിനുള്ളിൽ കാന്തപുരം ഇവിടെ ഒരു പാത്രം കൊണ്ടുവരും, ഒരു മെതിയടി കൊണ്ടുവരും, ഒരു കമീസ് കൊണ്ടുവരും. അതിലൊരു സാക്ഷാത്കാരാണ് ഈ പാത്രം. അല്ലേ? നമുക്കൊന്ന് ആലോചിച്ചൂടെ പ്രിയമുള്ളവര്? നട്ടപ്പാതിരാത്രി കാന്തപുരം സൈഡിനോട് പറയാം, മക്കളെ നട്ടുച്ചയാണ്, നട്ടുച്ച എന്ന് പറഞ്ഞ അല്ലാഹു അക്ബർ. അങ്ങനത്തെ ഒരു കൗമ അവിടെ ഉള്ളത് അല്ലേ? അങ്ങനത്തെ ഒരു കൗമ അവിടെ ഉള്ളത്. ഈ പാത്രം ഇനി നോക്കിക്കോ നിങ്ങൾ, കുറച്ച് കഴിഞ്ഞാൽ റസൂൽ ഉപയോഗിച്ച 1 കിൻഡലിന്റെ സാംസങ്ങിന്റെ AC ആണെന്ന് പറഞ്ഞാൽ കുല്ലു തക്ബീർ അല്ലാഹു അക്ബർ, അത് പറയാനും സ്വീകരിക്കാൻ ഒരു മടിയില്ലാത്തൊരു കൗമായി നമ്മുടെ സമൂഹം മാറി. നിങ്ങൾ ആലോചിക്കുക, ഈ വാണിഭം, ഈ മതക്കച്ചവടത്തെ നമ്മൾ എതിർക്കുക. അള്ളാന്റെ റസൂലിന്റെ പേരിൽ പ്രിയമുള്ളവർ ഈ കളവ്. വഫാത്താകുമ്പോ ദരിദ്രപൂർണമായ മദീനയെ ഉപേക്ഷിക്കുമ്പോ, 9 ഭാര്യമാരെ ഉപേക്ഷിക്കുമ്പോ, പ്രിയമുള്ളവർ ഒന്നുമില്ല, ഉള്ള പടയെങ്കിൽ പോലും പടയത്തിലായി കഴിയുമ്പോ അള്ളാൻ
അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല വ്യവസായത്തിന് ഒരു ഉത്തമ കേന്ദ്രമായി മാറുമെന്ന് പറഞ്ഞിട്ടില്ല. കാലങ്ങളിലൂടെ ജനങ്ങൾ ഒഴുകി വരുന്ന മദീനയുണ്ടല്ലോ, മക്കയുണ്ടല്ലോ, ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെ പോലെ, സാഗരത്തിലൂടെ ആർത്തിരമ്പുന്ന തിരമാലകൾ മല്ലിട്ട് കിടക്കുന്ന പോലെ നിലക്കാതെ സാഗരങ്ങൾക്ക് ജനങ്ങൾ ഒഴുകുന്ന തവാഫ് നടക്കുന്ന മക്ക, അവിടെ വരുന്ന ആളുകൾ ഒഴുകുന്ന മദീന. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ അവിടെ വരുന്ന ആളുകൾ ഒരു നാണയങ്ങളിട്ട എന്റെ സമൂഹത്തിന് മദീനത്തേക്ക് ജീവിക്കാനുള്ളതാകുമെന്ന് പറയാ അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ സമൂഹമാണ് ഈ കച്ചവടമെങ്കിലോ. ഇത് കച്ചവടത്തിന് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ മുഹിയദ്ദീൻ മാല കേട്ടിട്ടുണ്ടാവും, റിഫായി മാല കേട്ടിട്ടുണ്ടാവും. എന്നാ കേൾക്കാത്തൊരു മാല കൂടെ ഉണ്ട്, പുതിയൊരു മാല, കാന്തപുരം മാല. ഇത് ഞാൻ എഴുതിയതല്ല, ഞാൻ പറഞ്ഞതല്ല. ഇവിടെ TK സമസ്തക്കാർ ഇറക്കുമതി ചെയ്തതാ. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡോക്യുമെന്ററി സഹിതം പുതിയൊരു മാലയുണ്ട്, കാന്തപുരം മാല. എന്താണെന്നറിയോ? കുപ്പിയാകത്തുള്ള വ്യാജമോടിക്കായി 40 കോടിക്ക് പള്ളി പണിയുന്നോർ കാന്തപുരത്തുള്ള AP മുസ്ലിയാര് പള്ള വീർപ്പിക്കാനായി ദീനിനെ വിറ്റോവർ. അല്ലേ, ഇത് കാന്തപുരം മാലയാ. മുടി വിറ്റത് പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ ഈ ലോകത്തോട് വിട പറയുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ലാതെ, വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലുമില്ലാതെ ദരിദ്രപൂർണമായ ജീവിതം അങ്ങ് നയിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിന്റെ ആദർശം ഉൾക്കൊണ്ടോ? അവിടുന്ന് ആയിഷ ബീവി പറഞ്ഞില്ല, അള്ളാഹിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലോട് 3 മാസത്തോളം ഇരുട്ടത്ത് തപ്പി നടക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ അവിടുന്ന് സഹാബാക്കൾ പറഞ്ഞില്ല, ഉമ്മ ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കത്തിച്ചു വെക്കാമായിരുന്നില്ല എന്ന് പറയുമ്പോ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിലോ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നല്ലോ എന്ന് മഹദിയായ ആയിഷ ബീവി പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ ജീവിതം ഇതാ മനസ്സിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ഈ മതത്തെ വാണിഭവൽക്കരിക്കുന്നവര് ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്റെ സംസാരത്തിന്റെ സമാപനത്തിലേക്ക് ഞാൻ കടക്കുമ്പോ റസൂലുള്ളാഹിന്റെ വഫാത്തിൽ നിന്നുള്ള ഒരു ഗുണപാഠം കൂടെ നിങ്ങളുടെ മുന്നിലൂടെ വെക്കുകയാണ്. വലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകമെങ്ങാനും ഒരാളെ മരിക്കാതെ അവശേഷിപ്പിക്കുമായിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ പ്രവാചകൻ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരാൾ പോലും ഈ ലോകത്ത് മരിക്കാതെ ബാക്കിയില്ല. പ്രിയമുള്ളവരെ, എന്റെ സംസാരം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ ഈ തലപ്പാടിയുടെ KC നഗറിൽ ഒരുമിച്ച് കൂടിയ ആളുകളിൽ നിന്ന് ഒരാൾ പോലും നമ്മളിൽ നിന്ന് മരിക്കാതെ ബാക്കിയുണ്ടാവില്ല. എല്ലാവരും വിട പറയുന്നതാണോ? എപ്പോഴെന്ന് പറയാറോ? ഏത് സാഹചര്യത്തിലെന്ന് പറയാ നമുക്കാർക്കും കഴിയൂല. ഇന്നിങ്ങോട്ട് കടന്നു വരുമ്പോ തിരിച്ചതേ കാലുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റോ? അതോ മറ്റുള്ളവന്റെ ചുമലേറി പോകേണ്ടി വരുമോ? നമുക്കത് പറയാൻ സാധ്യമല്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടണുണ്ടല്ലോ, നമ്മുടെ കൈക്കൊണ്ടാണ് ധരിച്ചത് എങ്കിലോ തിരിച്ചത് കൈക്കൊണ്ടുവരാൻ സാധിക്കോ? അതല്ല നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടഴിക്കോ? ഒരിക്കലും പറയാൻ കഴിയില്ല. ഏതൊരു നിമിഷവും ഈ ലോകത്തോടെ വിട പറഞ്ഞേക്കാ. ഖബറെന്ന് പറഞ്ഞാൽ സത്യമാണ്, പരലോകം യാഥാർത്ഥ്യമാണ്. ഒരു കടുകുമണി തൂക്കം നന്മ ചെയ്തോ തിന്മ ചെയ്തോ അത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിലൂടെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോ, പരിപൂർണമായി വിചാരണ ചെയ്യുമ്പോ, ഒരാൾ തെറ്റുകാരനെന്ന് ബോധ്യപ്പെടുമ്പോ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് എറിയുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? പ്രിയമുള്ളവരെ, എന്താ നരകമെന്നറിയോ?
എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറയാ, കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ആയിരുന്നു. ഇത് സമിഅനാ വജബാ, ഭയാനകരമായ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ കോരിത്തരിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ആ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? 70 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു പോയൊരു കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാ എന്ന് പറയുമ്പോ അറ്റത്തോളം ആഴമുണ്ടാ നരകത്തിനെന്നാണോ? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന നരകത്തിലിട്ടാലോ ആ നരകം നാളെ അല്ലാഹുവിനോട് ചോദിക്കുമെന്നാ, ഇനിയുമുണ്ടോ അല്ലാ, ഇനിയുമുണ്ടോ അല്ലാ? അറ്റത്തോളം വരുന്ന ആഴമുണ്ടാ നരകത്തിന്. അതിന്റെ വിശാലത അറിയോ നിങ്ങൾക്ക്? വിശാലത അറിയോ? എത്രയോ വലിപ്പം വരുന്ന സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിടുമ്പോ സൗരാനി മുകവ്വിറാൻ, ചുറ്റിപ്പതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന ആ നരകത്തിലെ സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്നിട്ടാലോ ചുറ്റിപ്പതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ. മാത്രമല്ല, പരലോകത്തെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ 70,000-ഓളം വരുന്ന ചങ്ങലകളിലാണ് നരകത്തെ കൊണ്ടുവരുന്നത് എങ്കിലോ ഓരോ ചങ്ങലകളിലും 70,000-ഓളം വരുന്ന മലക്കുണ്ടാകുമെങ്കിലോ അതിലൊരു മലക്കിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ വലിപ്പമാ. ആകാശഭൂമികളുടെ വലിപ്പത്തിലുള്ള 70,000-ഓളം മലക്കുകൾ ഒരു ചങ്ങലയിലാണോ? അങ്ങനെ 70,000-ഓളം വരുന്ന ചങ്ങലകളിലായോ ആ നരകത്തെ നാളെ വലിച്ചുകൊണ്ടുവരുമ്പോ അതിന്റെ ഭയാനകത വിശദീകരിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണോ? സലഫി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ വാക്കുകളല്ലോ, അല്ലെങ്കിൽ ഷാഫി സബാഹി നിങ്ങളോട് പറയുന്ന വാക്കല്ല, ഏതെങ്കിലും ഒരു സാഹിത്യകാരന്റെ നോവലല്ല, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. വഇദാ റഅതുഹും മിൻ മകാനിൻ ബഗീദ്, ഒരുപാട് വിദൂരതയിൽ നിന്ന് ആ നരകത്തെ നിങ്ങൾ കണ്ടുപോയാ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, ആ നരകത്തിന്റെ ഇരമ്പലും മട്ടഹാസവും നിങ്ങൾക്ക് കേൾക്കാം. ആ നരകത്തിന്റെ നിരങ്കലും മലർച്ചയും നിങ്ങൾക്ക് കേൾക്കാം. അത്രത്തോളം ഭയാനകരമാണ് നരകമെങ്കിലോ അതിന് 7 കവാടങ്ങളുണ്ടെന്നാണ്. ലഹാ സബ്അതു അബ്വാബ്, 7 കവാടങ്ങളുണ്ട് നരകത്തിനെന്നാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം, ഓരോ കവാടങ്ങളിലൂടെ കടന്നു പോകുന്നവരോ അർഹതപ്പെട്ട ആളുകളെന്ന് പറയുമ്പോ അറിയണേ നരകമിന്റെ ഴറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ അവലതിൽ ജഹന്നമേ. ജഹന്നമെന്ന് പറയുന്ന ഹുതമ എന്ന് പറയുന്ന ലള എന്ന സക്കർ എന്ന ഹാക്ക എന്ന സൈർ എന്ന് പറയുന്ന നരകത്തിന്റെ വ്യത്യസ്തമായ കവാടങ്ങളുണ്ടെന്ന് പറയുമ്പോ അതിലൂടെ ഇതാ മനുഷ്യന് കൊടുക്കുന്ന വസ്ത്രമേതാ ടാറൊരുക്കിയതായ വസ്ത്രമാണെങ്കിലോ കാലിന്റെ താഴെ തേക്കനൽ വെക്കുമ്പോ തലച്ചോര തലച്ചുമറിയുന്നതാ നിസ്സാരമായ ശിക്ഷയെങ്കിലില്ല, സഹിക്കാനുള്ള ശേഷിയില്ല റബ്ബ്. ആ നരകത്തിലൂടെ മനുഷ്യന്റെ കൂടെ കത്തിക്കുന്നത് എന്താ? മനുഷ്യന്റെ കൂടെ കല്ലിനെയാണ് കത്തിക്കുന്നത്. എന്ത്? ഇരുമ്പ് പറയാതെ, ഉരുക്ക് പറയാതെ, ഈയം പറയാതെ, സ്വർണം പറയാതെ അല്ലാഹു പറയുന്ന മനുഷ്യർ നിങ്ങളുടെ കൂടെ കല്ലിനെയാണ് കത്തിക്കുന്നത് എന്നാണ്. ഒരു പാത്രത്തിലുള്ള വെള്ളം തിളക്കാറ് 100 ഡിഗ്രിയാണ് ചൂട് വേണ്ടത് എങ്കിലോ സ്വർണമോ ഇരുമ്പോ ഉരുക്കോ ഈയമോ ഉരുകണമെങ്കിലോ 300 മുതൽ 3000 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് വേണ്ടത് എങ്കിലോ 5000 ഡിഗ്രി ചൂടിങ് വന്നാ ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും അങ്ങ് ഉരുകിപ്പോവുകയാണ്. പക്ഷേ കല്ല് മാത്രം ബാക്കിയാ. കല്ലുരുകണമെങ്കിൽ 7000 ഡിഗ്രിയോളം ചൂട് വേണമെന്നാ മനുഷ്യ നിന്റെ കൂടെ നരകത്തിൽ കത്തിക്കുന്നത് ആ ഒരു കല്ല. അതുകൊണ്ട് നരകം ഭയാനകമാ, അതിൽ നിന്ന് രക്ഷപ്പെടണേ. ഈ ശബ്ദം ശ്രവിക്കുന്ന KC നഗറിലുള്ള ആളുകളോട്, ഇവിടത്തുകാരോടുള്ള വിദ്വേഷമല്ല, വെറുപ്പല്ല, മരിച്ചതാ അല്ലാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ പരാജയരായി കടന്നു പോകല്ല എന്ന വേദന കൊണ്ടാ
ഇവിടുത്തെ റാത്തീബ് ഹദ്ദാദ് മൗലിദ് നിർത്തിയ പണം ഞങ്ങൾക്ക് വേണ്ട, അവിടുത്തെ മുടിക്കച്ചവടം മാറ്റി മറ്റൊരു ബിസിനസ് ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് 5 നയാ പൈസ നിങ്ങളോട് ആവശ്യപ്പെടാതെ അള്ളാന്റെ മാർഗത്തിലുള്ള പ്രബോധനമോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ, അല്ലേ നിങ്ങൾ തള്ളിക്കളഞ്ഞോ. അല്ലാഹുമ്മ അൻത ഷാഹിദ് അല്ലാഹുമ്മ അശ്ഹദു അല്ലാഹുമ്മ അശ്ഹദു. അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ ശബ്ദമിതാ റബ്ബേ ഈ KC നഗറിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു അല്ലാ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. പക്ഷെ നാളെ മഹ്ദാറായ ജബ്ബാറായ മുത്തകബ്ബിറായ തമ്പുരാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്നാതാ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് റബ്ബേ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടല്ലോ എന്നൊരൊറ്റ ആവശ്യം മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടോ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിപ്പറയാ. പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇതാ,